കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അനിയും അനാമിക നന്ദു എല്ലാരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുവാണ്. ഈ സമയത്ത് അനാമികയ്ക്ക് കഴിക്കണമെന്ന് പോലുമില്ല. കാരണം നമ്പിയുടെ വാക്കുകൾ കേട്ടിട്ട് അവൾക്ക് ഫുഡ് വിളമ്പി കൊടുക്കേണ്ടതായിട്ട് വന്നു. എന്തൊരു കഷ്ടകാലം എന്റെ ദൈവമേ, ഇതുപോലത്തെ ഒരു വിധി ആർക്കും ഉണ്ടാവരുത് എന്നൊക്കെ അനാമിക മനസ്സിൽ പറഞ്ഞിരിക്കുവാണ്. ആ സമയം ദേവേനി അനിയുടെ മുഖത്തേക്ക് പതുക്കെ നോക്കുവാണ്. അനി നന്ദുവിനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നന്ദു അവർ രണ്ടുപേരും പരസ്പരം കണ്ണി നോക്കി ഇരിക്കുവാണ്. അവിടെ ചുറ്റോളൊന്നും കാണുന്നില്ലെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. പെട്ടെന്ന് നയന നന്ദുവിനെ ഒന്ന് നോക്കി. നയനയ്ക്ക് മനസ്സിലായി അവര് പരസ്പരം നോക്കുന്നുണ്ടെന്നുള്ള കാര്യം. ദൈവമേ, ഇതെങ്ങനെ പോയാൽ എവിടെ ചെന്ന് എത്തുമെന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അനാമികനെ ഉപേക്ഷിച്ച അനി മിക്കവാറും നന്ദുവിനെ കല്യാണം കഴിക്കുമെന്ന് തോന്നേ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തങ്ങൾക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പോലും പറ്റില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടൊരു നെഞ്ചിടിപ്പായി നയനയുടെ ഉള്ളില്. ഈ സമയത്ത് അനാമികയാണെങ്കിലോ ചങ്ക് തകർന്നാ നിൽക്കുന്നേ. കാരണം അനിയുടെ നന്ദുവിന്റെ നോട്ടം കണ്ടുകഴിഞ്ഞപ്പോ അനാമികയ്ക്ക് ഒട്ടും സഹിച്ചില്ല. താൻ ഇവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ള ബോധം പോലില്ല. രണ്ടെണ്ണത്തിനും രണ്ടുപേരും കൂടെ നോക്കുന്ന നോട്ടം കണ്ടില്ലേ എന്നൊക്കെ വിചാരിക്കുകയാണ്. പിന്നീട് അനാമിക ഫുഡ് കഴിച്ചെന്നൊക്കെ വരുത്തിയിട്ട് എഴുന്നേക്കാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് ദേവേനി പറഞ്ഞു, അല്ല മോൾ എന്താ ഒന്നും കഴിക്കാത്തെ, ഒന്നും കഴിച്ചില്ലെന്ന് പറയണേ. എനിക്ക് ഇത്ര മതി വല്യമ്മേ, വേണ്ടാന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാന്ന്, മോള് കഴിച്ചിട്ട് പോകാൻ പറയണം. മതിയെന്ന് പറഞ്ഞിട്ട് അനാമി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. ദേവേനിക്ക് മനസ്സിലായി അതിന്റെ കാരണം എന്താന്ന്. പെട്ടെന്ന് തന്നെ അനി പറഞ്ഞു, അവൾക്ക് വേണ്ട കഴിക്കണ്ട, അതിന് വല്യമ്മ എന്തിനാ നിർബന്ധിക്കുന്നത്, വിശപ്പുള്ളവരൊക്കെ കഴിക്കില്ലെന്ന് ചോദിക്കാം. ദേവേന് പറഞ്ഞു, നീ എന്താ അനി ഇങ്ങനെയൊക്കെ പറയണേ, നീ വേണ്ട നിന്റെ അവളെ പിടിച്ചുകൂടി ഇരുത്താനായിട്ട്, നിന്റെ ഭാര്യയല്ലേ അവളെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും അനി പറഞ്ഞു, അതിനുള്ള ഉത്തരം ഞാൻ വല്യമ്മയ്ക്ക് മുമ്പ് തന്നതല്ലേ, പിന്നെ എപ്പോഴും അത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അനി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നന്ദു നയനെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിയുമ്പോഴത്തേനും നയനയോട് നന്ദു പറഞ്ഞു, അതെ ഞാൻ പോയിക്കോട്ടെ ചേച്ചി, കുറച്ച് സമയമായല്ലോ, ഇനിയും കൂടെ ചെന്നിട്ടില്ലെങ്കിൽ അമ്മ ഇനിയിപ്പൊ അന്വേഷിക്കാൻ തുടങ്ങുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നയന പറഞ്ഞു, എന്നാ ശരി നീ പോയിക്കോ, ഇനി അധിക സമയം ഇവിടെ നിൽക്കണ്ട, അല്ലെങ്കിൽ തന്നെ അനാമികയുടെ മുഖം നിനക്ക് അറിയാലോ, കടന്നൽ കുത്തിയപോലെയാന്ന് പറയണം. അല്ല ചേച്ചി എന്നോട് എന്തിനാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പം നയന പറഞ്ഞു, ഞാനല്ല നവ്യേച്ചിയാ പറഞ്ഞ് നിന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കണമെന്ന് പറഞ്ഞേ. കാരണം ആ അനാമിക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. അവള് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ, കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞൊക്കെ അതിനുള്ള കൂലി ഞാൻ അവൾക്കിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും അത് അങ്ങനെയല്ലല്ലോ, അത് ശരിയായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലായിരുന്നല്ലോ എന്ന് പറയണം. അച്ഛനും അമ്മയെ കുറിച്ചൊക്കെ വളരെ മോശമായ രീതിയിൽ അവള് പ്രതികരിച്ചേ, അതിനുള്ള അടി അവൾക്കിട്ട് ഞാൻ കൊടുക്കുകയും ചെയ്തു. അപ്പൊ അതിന് പകരം വീട്ടാനായിട്ട് നിന്നെ എങ്ങോട്ട് വിളിപ്പിച്ചാന്ന് പറയണം. ഇത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, എനിക്ക് അവളുടെ മുഖം കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ ഇവിടെ ആയിപ്പോയി, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാരെന്ന് പറയണം. തൽക്കാലത്തേക്ക് നീ ഒന്നിനും പോകണ്ട, നീ പെട്ടെന്ന് പോയാൽ മതി എന്ന് പറയണം. അങ്ങനെ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് നന്ദു അങ്ങോട്ടേക്ക് പോവാ. ഈ സമയം പിന്നീട് അനാമിക കട്ടക്കലിപ്പോട് കൂടിയിട്ട് മുകളിലേക്ക് വരുവാണ്. ഈ സമയത്ത് അനാമികക്ക് ആകെപ്പാടെ സമത തെറ്റുപോലെയായിരുന്നു. ആ സമയത്ത് ജാനകി അങ്ങോട്ടേക്ക് വന്നു. ജാനകി വന്നിട്ട് പറഞ്ഞു, അല്ല മോളെ നീ ഇന്ന് അവൾക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുത്തോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ അനാമിക ഒന്നും മിണ്ടിയില്ല. അല്ല നിനക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. നിന്റെ ശത്രു ആയിരുന്നല്ലോ അവള്, പിന്നെ നീ എന്താ അവൾക്ക് ഫുഡ് എടുത്തു കൊടുത്തേ? ഇപ്പം ഏട്ടത്തിയാ പറഞ്ഞ നീ അവൾക്ക് ഫുഡ് വിളമ്പി കൊടുത്തെന്നൊക്കെ. എന്ത് പറ്റി, നീയും അവളും തമ്മിൽ വല്ല കോംപ്രമൈസ് ആയെന്നൊക്കെ ചോദിക്കുവാണ്. ഇത് കേട്ടതും അനാമിക പറഞ്ഞു, അവളുമായിട്ട് ഞാൻ കോംപ്രമൈസ് ആവാനായിട്ടാ? ഞാൻ ഫുഡ് വിളമ്പി കൊടുത്താലും ഇല്ലെങ്കിലും അവൾ ഈ വീട്ടിലേക്ക് കയറി വരികയും ചെയ്യും, ഇനി അനിയെ കാണും സംസാരിക്കുകയോ എല്ലാം ചെയ്യുമെന്ന് പറയണം. ഇത് കേട്ടോ ജാനകി പറഞ്ഞു, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണേ, പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഇന്നല്ലെങ്കിൽ നാളെ അവള് ട്രെയിനിങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവള് വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വരും. ആ സമയത്ത് ഞാൻ പെട്ടിയും കിടക്കയൊക്കെ തയ്യാറാക്കി വെക്കാം, ഞാൻ ഈ വീട്ടിൽ നിന്ന് പടി ഇറങ്ങിക്കോളാന്ന് പറയാ, അതിനുള്ള എല്ലാ ചാൻസുകളും കാണുന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ ജാനകി പറഞ്ഞു, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല, അതൊക്കെ മോളുടെ വെറും തോന്നല് മാത്രമാന്ന് പറയണം. തോന്നലൊന്നും അല്ല, സത്യമായിട്ടുള്ള കാര്യമാ. അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, എനിക്ക് അവളെ ഇത്ര ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെ എന്നെ എന്തിനാ കല്യാണം കഴിച്ചേ? ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഞാൻ ഇവിടെ ആരാ, എനിക്ക് ഈ വീട്ടിൽ നിൽക്കണമെന്ന് പോലും ഇല്ല, എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളക്കരച്ചിലൊക്കെ പറഞ്ഞ് അനാമിക അങ്ങോട്ടേക്ക് പോവാണ്. ജാനകിക്ക് കട്ടക്കലിപ്പും ദേഷ്യമൊക്കെ ആയിപ്പോയി. ജാനകി നേരെ ദേവേന്റെ അടുത്തേക്ക് എല്ലുവാണ്. ദേവേന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് കടന്ന കൈയായിപ്പോയി ഏട്ടത്തിന്ന് പറയാ. എന്ത്? ആ നന്ദു എന്ന് പറയുന്നവളെ ഇങ്ങോട്ട് വിളിച്ചു കയറ്റേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പാവ അനാമിക മോള്, അവൾക്ക് എത്രമാത്രം സങ്കടമായെന്നറിയാവോ ആ നന്ദു ഇങ്ങോട്ട് വന്നോണ്ട്. അല്ലെങ്കിൽ തന്നെ ആ മുട്ടേച്ചനെ എനിക്ക് കണ്ണെടുത്താൽ കാണത്തില്ല, അവൾ എങ്ങനെയുള്ളൊന്ന് പോയാൽ മതിയായിരുന്നു. ആ ട്രെയിനിങ്ങിന് പോയിട്ട് അവൾ ഇങ്ങോട്ടേക്ക് തിരികെ വരാതിരിക്കുവായിരുന്നെങ്കിൽ അതായിരുന്നു സന്തോഷം എന്ന് പറയാം. പെട്ടെന്ന് ദേവേനെ പറഞ്ഞു, ഇങ്ങനൊന്നും പറയരുത് ജാനകി. പിന്നെ എങ്ങനെ പറയണം? അനിയുടെ ജീവിതം താരുന്ന ഏട്ടത്തി കാണുന്നില്ലേ? ഏട്ടത്തി അതൊന്നും പ്രശ്നമല്ലേ? ഏട്ടത്തിക്ക് ഏട്ടത്തിയുടെ മോന്റെ ജീവിതം മാത്രം ഇപ്പൊ നോട്ടമുള്ളല്ലോ, എന്റെ മോന്റെ ജീവിതം എന്തായി തീർന്നാലും ഏട്ടത്തിക്ക് എന്താ കുഴപ്പം അല്ല എന്നൊക്കെ പറയണം.
ഏ, അങ്ങനൊന്നും പറയരുത്, നീ എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം. പിന്നെ എനിക്ക് ആകെപ്പാടെ നല്ല ദേഷ്യം വരുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. പാവ അനാമിക മോള് ഇപ്പൊ തന്നെ കണ്ടില്ല, അവള് കേറി വന്നു. അനിയുമായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇനി അവൾ ഇങ്ങോട്ടേക്ക് കേറി വരും. നമുക്ക് തടയാൻ പോലും പറ്റുമോ? കാരണം നയനെ നവി ഇവിടെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കല്ലേ, പോരാത്തൻ ആദർശം എല്ലാരും ഉണ്ട്. നമുക്ക് മാറിയെന്ന് കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അനി നന്ദുവിന്റെ പുറകെ പോവാ, അവർ തമ്മിൽ ഒന്നിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാകത്തില്ല. ഏടത്തിയോടെ ഞാൻ പറയണേ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് ഞാനേ അങ്ങോട്ട് കയറി പോവാണ്. ദേവേനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ദേവേനി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ അനിയും അനാമിക ഒന്നിക്കണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? അനിക്കാണെങ്കിലോ അനാമിയെ കണ്ണെടുത്താൽ കണ്ടുകൂടുന്ന ദേവേനിക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നീട് ദേവേനിയോടെ നിൽക്കുന്ന സമയത്താണ് നയനെ അങ്ങോട്ടേക്ക് വരുന്നത്. നയനെ കണ്ടു കഴിഞ്ഞപ്പോ ദേവേനി പറഞ്ഞു, മോളെ എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടെന്ന് പറയണ. എന്താ അമ്മേന്ന് ചോദിക്കുകയാണ്. എനിക്ക് നന്ദുവിന്റെ അനിയന്റെ കാര്യത്തെ കുറിച്ചാന്ന് പറയണ. ഇത് കേട്ടപ്പോ നയനെ പറഞ്ഞു, എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ടമ്മേ, എനിക്കറിയത്തില്ല, ഇന്ന് അവരുടെ നോട്ടം വട്ടം ഭാവം കണ്ട് എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ ദേവേനി പറഞ്ഞു, അതന്നെ എനിക്കും പറയാനുള്ളേ. ഒരു കാര്യം ഞാൻ പറയാം, ഒരു കാരണവശാലും നന്ദു അനിയും ഒന്നിക്കല്. കാരണം അനിയും അനാമികയും തമ്മിൽ വേർപിരിയാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിൽ പല പ്രശ്നങ്ങൾക്ക് കാരണമാണെന്ന് പറയണം. അവരൊരിക്കലും പിരിയാനായിട്ട് പാടില്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയാ. ഇത് കേട്ടതും നയന പറഞ്ഞു, എന്റെ ആഗ്രഹം അത് തന്നെയാ, അനാമിക അനിയും പിരിയാതിരിക്കണം. അതിനു വേണ്ടിട്ടല്ലമ്മേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത്. അല്ലെങ്കിൽ നന്ദുവിനെ അനിയും ഒന്നിപ്പിക്കാൻ വേണ്ടിട്ടായിരുന്നെങ്കിൽ ആദ്യം അത് തന്നെ ആവായിരുന്നല്ലോ എന്നൊക്കെ പറയണം. ഇനിയിപ്പൊ എന്ത് ചെയ്യണം മോളെ, എനിക്കറിയില്ല എന്ന് പറയണം. നീ ഒരു കാര്യം ചെയ്യ, നന്ദുവിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ പറയണം. ഇത് കേട്ടതും നയന പറഞ്ഞു, എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു. അവളോട് ചോദിച്ചു കഴിയുമ്പോ അവള് പറയുന്ന അങ്ങനെയൊന്നും ഇല്ലാന്നാ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. സാരമില്ല, ഞാൻ അവളോടൊന്ന് പറഞ്ഞു നോക്കാം. ഇനിയിപ്പോ അവളുടെ മനസ്സിൽ അങ്ങനെ എന്തേലും ഉണ്ടേ പോട്ടെ എന്നൊക്കെ പറയണം എന്നും പറഞ്ഞ് നയന അങ്ങോട്ടേക്ക് പോയി. പിന്നീട് നയന കനകേനെ വിളിക്കുവാണ്. കനകേനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കനക നന്ദു വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ നന്ദു വന്ന് കയറിയതിന് ശേഷം കനക നന്ദുവിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതേക്കുറിച്ച് ചോദിച്ചാൽ അനിയും നന്ദു തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ നന്ദു എതിർത്തു. അപ്പൊ കനക പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം, നിന്റെ 2 ചേച്ചിമാരവിടെ ഉണ്ട്. അവരുടെ ജീവിതം താർക്കാണ്ട് നീ ശ്രമിക്കല്ല, അറിയാലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ ചേച്ചിമാരുടെ ജീവിതമായിരിക്കും താരാൻ പോന്നെ. എനിക്കറിയാം നിനക്ക് പെട്ടെന്നൊന്നും അവനെ മറക്കാൻ പറ്റില്ലെന്നറിയാം, കാരണം നീ ആദ്യമായിട്ട് സ്നേഹിച്ച പുരുഷനാണ്. പക്ഷെ എന്ത് ചെയ്യാനെന്തോ നിനക്കറിയാലോ, നമ്മുടെ അവസ്ഥ നിനക്കറിയാലോ എന്ന് പറയാം. കനകയുടെ മനസ്സിൽ അത് മാത്രമല്ല, പൂജാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്രയാന്ന് പറഞ്ഞാലും അവസാനം നന്ദു അനിയും ഒന്നിക്കൂന്ന്, അതൊക്കെ മനസ്സിൽ കിടക്കുക. അങ്ങനെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല. അതൊക്കെ ഓർത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് കനക നന്ദുവിനോട് പറഞ്ഞു, ഒരു കാര്യം പറയാം, ഇനി മേലാൽ അവനെ കാണുവോ വിളിക്കുകയോ ഒന്നും ചെയ്തേക്കല്ല. നീ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ പിന്നെ അവനുമായിട്ട് യാതൊരു ബന്ധവും പാടില്ലെന്ന് പറയണം. അമ്മേ, അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട നന്ദു, ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറയാം. അറിയാലോ, ഇനി അങ്ങനെ എതിർത്ത് നിൽക്കാനാണെങ്കിൽ ഈ കനകയുടെ വേറൊരു മുഖം നീ കാണും. ഇത്രയും നാളെ ഞാൻ ഇങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷെ ആദ്യമായിട്ടാ നന്ദു എന്നോട് പറയുന്ന, അറിയാലോ. ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് കനക അങ്ങോട്ടേക്ക് കയറി പോവാണ്. നന്ദുവിന് വല്ലാത്ത വിഷമമായിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവനെ മറക്കാൻ ശ്രമിക്കുന്നവരും വീണ്ടും വീണ്ടും ആ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോ ട്രെയിനിങ്ങിന് പോയി കഴിയുമ്പോൾ എന്താകും എന്നൊക്കെ ഓർത്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയും കൂടെ. അവനാണെങ്കിലോ സമ്മാനമൊക്കെ തന്നു വിട്ടിരിക്കുക. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ആ ഡ്രസ്സൊക്കെ ഇട്ട് തന്നെ ഓർക്കണമെന്നും പറഞ്ഞുകൊണ്ട്, ഇവിടെയാണെങ്കിലോ അവനെ മറക്കണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഓർത്തപ്പോ നന്ദുവിന് ആ പാടെ സമനില ഇറ്റുന്ന പോലെ തോന്നി. അങ്ങനെ നന്ദു വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. നവ്യ വന്നിട്ട് നന്ദുവിനെ ഉപദേശിക്കുന്നുണ്ട്. ഇനിയിപ്പം അനിയുടെ ജീവിതത്തിലേക്ക് നീ കടന്നില്ലാണ്ട കാര്യമില്ല. അനിയുടെ അനാമികയുടെ കല്യാണം കഴിഞ്ഞ് അവര് ജീവിക്കട്ടെ, നിനക്ക് നല്ലൊരു ജീവിതം കിട്ടും മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നന്ദുവിനെ ഒന്ന് സമാധാനിപ്പിക്കുകയാണ്. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് നന്ദുവിന്റെ മനസ്സിൽ സമാധാനമായില്ല. നന്ദുവിന് ഭയങ്കര വിഷമമായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.